കോട്ടയം പാമ്പാടി ബ്ലോക്കിലെ അങ്കണവാടി ജീവനക്കാർക്ക് ഓണറേറിയം ലഭിച്ചില്ലെന്ന് പരാതി. ICDS പാമ്പാടി ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ 100ഓളം അങ്കണവാടി ജീവനക്കാർ പ്രതിഷേധിച്ചു. മറ്റ് ബ്ലോക്കുകളിൽ തുക ലഭിച്ചിട്ടും തങ്ങൾക്ക് തുക ലഭിക്കാത്തത് ICDS ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമെന്നാണ് പരാതി. കോട്ടയത്ത് നിന്ന് മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാമ്പാടി ബ്ലോക്കിലെ 190 അങ്കണവാടികളിലെ ജീവനക്കാർ പ്രതിഷേധിക്കുകയാണ്. ഇവർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. 3 ഗഡുക്കളായിട്ടാണ് ശമ്പളം സാധാരണഗതിയിൽ അക്കൗണ്ടിലെത്തുന്നത്. പക്ഷേ ഇത്തവണ ഈ ഗഡുക്കൾ എത്തുന്നത് പൂർണ്ണമായും വൈകി, ലഭിച്ചിട്ടില്ല ഇതുവരെ. സമീപ ബ്ലോക്കുകളിലെ അംഗൻവാടികളിലൊക്കെ ഇതിനോടകം തന്നെ പണം ലഭിച്ചു. പക്ഷേ ഇവർക്ക് പണം ലഭിച്ചിട്ടില്ല. വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പാമ്പാടി ബ്ലോക്ക് ICDS ഓഫീസിന് മുന്നിൽ ജീവനക്കാർ പ്രതിഷേധിക്കുന്നത്. 300-ലധികം ജീവനക്കാർ പാമ്പാടി ബ്ലോക്കിൽ തന്നെയുണ്ട്. ഈ ജീവനക്കാരുടെ എല്ലാം പ്രതിനിധികളായിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ 100-ലധികം ജീവനക്കാരാണ് ഈ ICDS ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പരാതികൾ? ഞങ്ങൾ അംഗൻവാടി ജീവനക്കാരാണ്. ഞങ്ങൾക്ക് ശമ്പളം 5-ാം തീയതി ഞങ്ങൾക്ക് ശമ്പളം കിട്ടണം. ഞങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും ഞങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ പ്രോജക്റ്റുകളിലും 5-ാം തീയതി കൊണ്ട് അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് ആ പൈസ 5-ാം തീയതി ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ ഞങ്ങൾ ഇതുപോലെ CB ഞങ്ങളെ മാസത്തിലൊക്കെ ഇതുപോലെ ഞങ്ങൾ മീറ്റിംഗ് കൂടി പുറത്തുള്ള ജനങ്ങളെ വിളിച്ചു. ഞങ്ങൾ അവർക്ക് കാപ്പിയും ഒക്കെ ആയിട്ട് കൊടുത്തു. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി അതുമില്ല. അതിപ്പോൾ ഞങ്ങൾക്കും അതിൻ്റെ ഒരു 3 വർഷത്തോളം ആയില്ലേ, 3 വർഷത്തോളമായി അത് ഞങ്ങൾക്ക് പൈസ ഇല്ല. അത് ഞങ്ങൾക്ക് കിട്ടണം. പിന്നെ ഞങ്ങൾക്ക് ഈ മഴയും കെടുതിയെല്ലാം കാരണം കൊണ്ടും എല്ലാ സ്കൂളുകൾക്കും എല്ലാം അവധികളാണ്. ഞങ്ങൾക്ക് മാത്രം ഇന്ന് അവധിയില്ല. ഞങ്ങൾ പ്രവർത്തകർ അംഗൻവാടി ചെന്നിരിക്കണം. വെള്ളത്തിനകത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. എന്നാൽ പോലും ഞങ്ങളെ കുട്ടികൾ വരണ്ട, ഞങ്ങൾ പ്രവർത്തകർ ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഞങ്ങൾക്കൊരു മാറ്റം തരണം. മറ്റ് ഇടങ്ങളിലൊക്കെ പണം ലഭിച്ചിട്ടുണ്ട്, തുക ലഭിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ മാത്രമാണ്. ഇതെന്താണ് ഇതിന് കാരണമായിട്ട് നിങ്ങൾ ആരോപിക്കുന്നത്? കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസിലെ ജീവനക്കാരുടെ അനാസ്ഥ കൊണ്ടാണ്. എന്നുവെച്ചാൽ കോട്ടയം ജില്ലയിൽ പ്രോജക്റ്റുകളിലെല്ലാം പൈസ കിട്ടിയിട്ടുണ്ട്. അത് 3-ാം തീയതി 5-ാം തീയതി ആകുമ്പോഴത്തേന് പൈസ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പാമ്പാടി പ്രോജക്റ്റിൽ മാത്രമാണ് പൈസ ഇങ്ങനെ നീണ്ടു പോണേ. എല്ലാ പ്രാവശ്യവും 10-ാം തീയതി കഴിയും പൈസ. ഇപ്പം ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ശമ്പളം ശമ്പളമല്ല വേതനം ഒരു കൃത്യമായ ഒരു ദിവസം എന്ന് വെച്ചാൽ ഒരു 3-ാം തീയതി 4-ാം തീയതിക്കാണ്. എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരായി. ഇതുപോലെ ഇപ്പം പേമാരി വിട്ട് അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിനിടയിൽ ഞങ്ങൾ ജോലി ചെയ്യുവാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇന്നിപ്പം 11-ാം തീയതിയായി. ഇപ്പോൾ ഇവിടെ വന്ന് സമരം ചെയ്ത സമയത്താണ് ഒരു ഹെഡ് ഞങ്ങൾക്ക് കയറിയത്. അപ്പം ഞങ്ങളുടെ ഓഫീസിൻ്റെ അനാസ്ഥ കൊണ്ട് മാത്രം ഞങ്ങളുടെ CDPO അത് നേരത്തെ എല്ലാ പ്രോജക്റ്റിലും CDPമാർ നേരത്തെ അലോട്ട്മെൻറ്റ് കൊടുത്തിട്ടാണല്ലോ ഞങ്ങൾക്ക് പൈസ കിട്ടുന്നത്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് താമസിക്കുന്നത്? അതിനാണ് ഞങ്ങളിപ്പോൾ ഒരു സൂചന മാത്രമാണിത്. പക്ഷേ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ നിലപാടെടുത്ത് ഞങ്ങൾ അതിന് മുന്നോട്ട് പോകും. നേരത്തെയും ഇതുപോലെ വൈകിട്ടുണ്ടോ അതോ ആദ്യ തവണയാണോ ഇത്രയും? വൈകിട്ടുണ്ട്. എല്ലാം മുഖ്യ മാസങ്ങളിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഗഡു കിട്ടുന്നത് 31 ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ 31-ാം തീയതിയാണ് 3-ാമത്തെ ഗഡു ഞങ്ങൾക്ക് തരുന്നത്. ഇത് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് കറണ്ട് ബില്ല് അടയ്ക്കണം, ഗ്യാസ് എടുക്കണം, അതുപോലെ തന്നെ പച്ചക്കറി മേടിക്കുന്ന പൈസ കൊടുക്കണം, മുട്ടയും പാലും മേടിക്കുന്ന പൈസ കൊടുക്കണം. ഇത് കിട്ടിയിട്ട് വേണം. ഇന്ന് ഇത്രയും ദിവസങ്ങളായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ കടക്കാർ ഞങ്ങൾക്ക് തരുമോ? കറണ്ട് ബില്ല് അടയ്ക്കേണ്ട സമയത്ത് ഞങ്ങൾ കൊണ്ട് അടയ്ക്കണ്ടേ? ഗ്യാസ് എടുക്കണ്ടേ? ഇതൊന്നുമില്ല. ഞങ്ങളുടെ അംഗൻവാടി ജീവിതം മുമ്പോട്ട് പോവുമോ? ഇല്ല. ഇവർ പൈസയും തരുവേല. ഇപ്പോൾ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞിട്ടാണോ ആദ്യത്തെ ഗഡു? കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൻ്റെ ഷെയർ കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് ഞങ്ങളിവിടെ വന്ന് സമരം ചെയ്ത ശേഷമാണ് നമുക്ക് അടുത്ത ഗഡു കയറിയിരിക്കുന്നത്. ഈ മഴക്കാലം കൂടി ആയിട്ട് എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടുന്നൊരു സന്ദർഭമാണിത്. അപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഓണറേറിയം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങളുടെ ഏരിയയിലുള്ള എല്ലാ കുടുംബങ്ങളിലും കാര്യങ്ങളൊക്കെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ചെയ്ത് അവർക്ക് വേണ്ട സൊല്യൂഷൻ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഞങ്ങളെ കേൾക്കാനോ ഞങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കോ ഇവിടെ ഒരു പ്രസക്തിയില്ല. CB ഇവിടെ മാത്രമാണോ മുടങ്ങിയത്? അതോ മറ്റിടങ്ങളിലും മുടങ്ങി? അതെ, ബാക്കി എല്ലായിടത്തും അത് മാറി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പൈസ മാറി കിട്ടിയിട്ടില്ല. ഞങ്ങൾ അതൊക്കെ നല്ല കറക്റ്റായിട്ട് എല്ലാം ചെയ്ത് ഞങ്ങൾ പറയുന്ന പേപ്പേഴ്സും ഡീറ്റെയിൽസും എല്ലാം ഞങ്ങൾ സബ്മിറ്റ് ചെയ്തതാണ്. പക്ഷേ അത് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് മാറി കിട്ടിയിട്ടില്ല. നടത്തി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റിനൊക്കെ ആയിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറേ രൂപകൾ നഷ്ടമാകുന്നുണ്ട്. അതുപോലെ 9 ലക്ഷം രൂപയാണ് ലാപ്സായി പോയേക്കുന്നത്. ഫണ്ട് വന്നിട്ട് 9 ലക്ഷം രൂപയായിരുന്നു. അത് ഞങ്ങൾ വാടക കറക്റ്റ് ഞങ്ങൾക്ക് കിട്ടും. സ്പെഷ്യൽ ഇൻസെൻറ്റീവ് ഉൾപ്പെടെയുള്ള തുകകൾ ഇവിടെ മുടങ്ങിക്കിടക്കുകയാണ്. ഇതിന് അടിയന്തര തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. 300-ലധികം അങ്കണവാടികൾ ഈ പാമ്പാടി ബ്ലോക്കിൽ മാത്രം പ്രവർത്തിക്കുന്നുണ്ട്. ഈ വെള്ളപ്പൊക്ക സാഹചര്യം, ഈ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടായ ചില പ്രതിസന്ധികളാണ് ഈ പണം മുടങ്ങാൻ കാരണം എന്നുള്ളതാണ് ICDS ജീവനക്കാർ നൽകുന്ന വിശദീകരണം. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം കോട്ടയം.